ദിദാൽ വില്ലേജിലെ എന്റെ അവസാനത്തെ നൈറ്റാണ് കേട്ടോ ഇത്. നേരം വെളുത്തു കഴിഞ്ഞാൽ ഞാൻ കാത്മണ്ഡുവിലേക്കുള്ള എന്റെ യാത്ര ആരംഭിക്കും. അങ്ങനെ രാവിലെയായി നേരം വെളുത്ത് എണീറ്റപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത്. എന്നെ യാത്രയാക്കാനാണെന്ന് തോന്നുന്നു അന്നപൂർണ്ണയും മാച്ചുപിച്ചരൊക്കെ നല്ല തെളിഞ്ഞ് നിപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് പൊക്രയിലേക്ക് ലിഫ്റ്റ് അടിച്ച് പോവാണ്. പോകുമ്പോഴൊക്കെ മനസ്സിൽ ദിദാൽ വില്ലേജ് ആണ്. ഏകദേശം 5 ദിവസത്തോളം ഞാനൊരു ഗ്രാമത്തിലുണ്ടായിരുന്നു. ആ ഒരു 5 ദിവസം ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അങ്ങനെ പൊക്രയിലെത്തി അവിടുന്ന് പല സിറ്റി ബസ്സുകളായിട്ട് കയറിയിട്ട് നമ്മൾ ഇനി സിറ്റിക്ക് വെളിയിലോട്ട് പോവാണ്. പറ്റുന്നത്ര കാത്മണ്ഡുവിലേക്ക് ഹിച്ചേക്ക് ചെയ്ത് പോകാനായിട്ടാണ് കേട്ടോ എന്റെ പ്ലാൻ. നേപ്പാളിൽ പൊതുവെ നമുക്ക് ലിഫ്റ്റ് കിട്ടാനായിട്ട് ഒരു ഇച്ചിരി പാടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ റോഡിൽ പോസ്റ്റ് അടിച്ച് തന്നെ ലിഫ്റ്റ് ചോദിക്കേണ്ടി വരും. പൊക്ര എന്ന് കാത്മണ്ഡുവിലേക്കുള്ള ഒരു യാത്ര ഒരുപാട് വർഷങ്ങളായിട്ട് എന്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നതാണ്. ബാക്ക് പാക്കേഴ്സിന്റെയും ബൈക്കേഴ്സിന്റെയും വാൻ ലൈഫ് ചെയ്യുന്നവരുടെ ഒക്കെ ഒരു ഫേവറേറ്റ് റോഡ് ട്രിപ്പ് ആണ് പൊക്ര ടു കാത്മണ്ഡു. പൊക്ര എന്ന് കാത്മണ്ഡുവിലേക്ക് ഏകദേശം ഒരു 200 കിലോമീറ്ററോളം ഉണ്ട്. 6 മുതൽ ലാൻഡ് സ്ലൈഡ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഏകദേശം 2 ദിവസം വരെ എടുക്കും നമുക്ക് ഈ ഒരു ദൂരം കവർ ആയിട്ട് കിട്ടാൻ. മഴയും കൂടി ആണെങ്കിൽ നേപ്പാളിലെ ഹൈവേകളിലൊക്കെ എപ്പം മണ്ണിടിക്കും ബ്ലോക്ക് ആവും നമുക്ക് പറയാൻ പറ്റിയാലോ കേട്ടോ. ഈ ഒരു ഹൈവേ പണിയാനായിട്ട് നേപ്പാളിനെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് നമ്മുടെ ഇന്ത്യയും ചൈനയാണ്. അങ്ങനെ നമ്മളിപ്പോൾ മുഗ്ലിംഗ് എന്നൊരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. പൊക്ര കാത്മണ്ഡു റൂട്ടിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു പട്ടണമാണ് കേട്ടോ ഈ മുഗ്ലിംഗ്. ഇവിടെ നിന്നാണ് നേപ്പാളിലെ ചിത്വാനിലേക്കും പൊക്രയിലേക്കും കാത്മണ്ഡുവിലേക്കും ഒക്കെ നമ്മൾ തിരികെ പോകുന്നത്. അങ്ങനെ പൊക്രയിൽ നിന്ന് എനിക്ക് കിട്ടിയ ലിഫ്റ്റ് ഇവിടെ മുഗ്ലിംഗ് വരെ ഉള്ളൂ കേട്ടോ. ഇവിടെ നിന്ന് ഏകദേശം നമ്മൾ ഇനി ഒരു 110 കിലോമീറ്ററൂടെ പോയാൽ മാത്രമേ കാത്മണ്ഡുവിലേക്ക് എത്തുള്ളൂ.